മണി മാജിക്കിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ 1991 ഉദാരവൽക്കരണം ഒരു സുവർണ അധ്യായമായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അന്ന് തുറന്നു വന്ന വിപണിയുടെ വാതിലുകളിലൂടെ നടന്നു കയറിയ ദശലക്ഷക്കണക്കിന് മനുഷ്യർ ഒരു പുതിയ ഇന്ത്യൻ സ്വപ്നം നെയ്തെടുത്തു. കഠിനാധ്വാനം ചെയ്ത് പഠിച്ചാൽ മികച്ച ജോലി ലഭിക്കുമെന്നും മികച്ച ശമ്പളത്തിലൂടെ സ്വന്തമായി വീടും കാറും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ഉറപ്പാക്കാമെന്നുമായിരുന്നു ആ സ്വപ്നത്തിൻ്റെ കാതൽ. എന്നാൽ 2026 എത്തുമ്പോൾ ആ ആവേശമെല്ലാം കെട്ടടങ്ങിയിരിക്കുന്നു. ഇന്ത്യയുടെ വളർച്ചയുടെ നട്ടെല്ലായിരുന്ന മധ്യവർഗം ഇന്നൊരു വലിയ ബ്രേക്ക് പോയിന്റിൽ അഥവാ തകർച്ചയുടെ വക്കിലാണെന്ന സൗരഭ് മുഖർജിയുടെ നിരീക്ഷണങ്ങൾ കേവലം ഭീതിയല്ല, മറിച്ച് വസ്തുതകളുടെ പിൻബലമുള്ള യാഥാർത്ഥ്യമാണ്. ഇന്ത്യയിലെ സാധാരണക്കാർ നേരിടുന്ന ഈ നിശബ്ദ പ്രതിസന്ധികൾക്ക് പിന്നിലെ കാരണങ്ങളും അതിൻ്റെ പ്രത്യാഘാതങ്ങളും ഗൗരവകരമായ വിശകലനം അർഹിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ കാലത്തെ ഒരു നിക്ഷേപമായി കണ്ടിരുന്ന മധ്യവർഗത്തിൽ നിന്ന് ആ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല വിദ്യാഭ്യാസം നേടിയാൽ ജീവിതം സുരക്ഷിതമാകുമെന്ന പരമ്പരാഗത സമവാക്യം തകർന്നിരിക്കുന്നു. ഇന്ത്യയിൽ ഓരോ വർഷവും 80 ലക്ഷത്തോളം പേർ ബിരുദം നേടി പുറത്തിറങ്ങുന്നുണ്ടെങ്കിലും അവർക്ക് മുന്നിൽ വാതിലുകൾ അടഞ്ഞു തന്നെ കിടക്കുന്നു. ബിരുദധാരികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് 29.1 എന്ന ശതമാനത്തിൽ എത്തി നിൽക്കുകയാണ്. അതൊരു ഭയാനകമായ കണക്കാണ്. അക്ഷരാഭ്യാസമില്ലാത്തവരേക്കാൾ 9 മടങ്ങ് അധികമാണ് പഠിച്ചവർക്കിടയിലെ തൊഴിലില്ലായ്മ എന്നത് വിരോധാഭാസമായി തോന്നാം. ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായവും തൊഴിൽ വിപണിയും തമ്മിലുള്ള വലിയ അകലമാണ്. ദശകങ്ങളായി പിന്തുടരുന്ന മനഃപ്പാഠ പഠന രീതിയും പരീക്ഷാ കേന്ദ്രീകൃതമായ സമ്പ്രദായവും വിദ്യാർത്ഥികൾക്ക് ബിരുദങ്ങൾ നൽകുന്നുണ്ടെങ്കിലും തൊഴിൽ ചെയ്യാൻ ആവശ്യമായ നൈപുണ്യം അവർക്ക് നൽകുന്നില്ല എന്നതാണ് സത്യം. കേവലം 43% ബിരുദധാരികൾക്ക് മാത്രമാണ് തൊഴിൽ ചെയ്യാനുള്ള യോഗ്യതയുള്ളതെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു. ഇതിൻ്റെ പ്രതിഫലനം രാജ്യത്തെ ഏറ്റവും പ്രശസ്തമായ IIT-കളിൽ പോലും കാണാം. അവിടെ പോലും ശമ്പള നിരക്ക് കുറയുന്നതും ആയിരക്കണക്കിന് മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് ജോലി ലഭിക്കാത്തതും മധ്യവർഗത്തിൻ്റെ പ്രതീക്ഷകൾക്ക് കനത്ത ആഘാതമാണ് നൽകുന്നത്. തൊഴിൽ വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ മധ്യവർഗത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഇരുട്ടടിയാണ്. വൈറ്റ് കോളർ ജോലികളിലെ വളർച്ച മുൻപ് 11% ഇപ്പോൾ വരും 1% കൂപ്പുകുത്തിയിരിക്കുന്നു. IT മേഖലയിൽ മാത്രം ലക്ഷക്കണക്കിന് പ്രൊഫഷണലുകൾക്ക് തൊഴിൽ നഷ്ടമായി. ഇതിന് പുറമെയാണ് ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ നേരിടുന്ന തകർച്ച. വലിയ കോർപ്പറേറ്റ് കമ്പനികളിൽ നിന്നുള്ള കടുത്ത മത്സരവും മാറുന്ന നിയമങ്ങളും മൂലം പല കുടുംബങ്ങളുടെയും വരുമാന മാർഗമായിരുന്ന ഇത്തരം ബിസിനസ്സുകൾ അടച്ചുപൂട്ടേണ്ടി വരുന്നു. വരുമാനം വർദ്ധിക്കാത്തതും എന്നാൽ ജീവിത ചെലവ് കുതിച്ചുയരുന്നതുമാണ് മധ്യവർഗത്തെ വലയ്ക്കുന്ന മറ്റൊരു ഘടകം. രാജ്യത്തെ മുൻനിര കമ്പനികളിലെ ജീവനക്കാരുടെ യഥാർത്ഥ വരുമാനം അത് പണപ്പെരുപ്പമായി താരതമ്യം ചെയ്യുമ്പോഴാണ് കഴിഞ്ഞ 10 വർഷമായി നിശ്ചലമാണ്. 10 വർഷം മുമ്പ് ശരാശരി 10.23 ലക്ഷമായിരുന്ന വരുമാനം ഇന്ന് 10.89 ലക്ഷമായി നിൽക്കുമ്പോൾ ജീവിത ചെലവ് ഇരട്ടിയായിരിക്കുന്നു. ഭക്ഷണത്തിനും ചികിത്സയ്ക്കും ഓരോ വർഷവും 10%-ലേറെ അധികം തുക നീക്കിവെക്കേണ്ടി വരുന്നത് ഈ വിഭാഗത്തിൻ്റെ സമ്പാദ്യം ഇല്ലാതാക്കുന്നു. സാമ്പത്തിക തകർച്ചയ്ക്കൊപ്പം മധ്യവർഗത്തെ വരിഞ്ഞു മുറുക്കുന്നത് വലിയ തോതിലുള്ള കടബാധ്യതയാണ്. ഇന്ന് ഇന്ത്യയിലെ ഗാർഹിക കടം അമേരിക്കയെക്കാളും ചൈനയെക്കാളും ഉയർന്ന തോതിലേക്ക് വളർന്നിരിക്കുന്നു. ആസ്തികൾ ഉണ്ടാക്കാനോ വീട് വാങ്ങാനോ അല്ല ഇന്ന് ഇന്ത്യക്കാർ വായ്പയെടുക്കുന്നത് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഒരു പുതിയ സ്മാർട്ട് ഫോൺ വാങ്ങാനോ വിനോദയാത്രകൾ പോകാനോ ചികിത്സാ ആവശ്യങ്ങൾക്കോ പോലും വായ്പയെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥയാണ് ഇന്നുള്ളത്. 30 വയസ്സിന് മുമ്പ് തന്നെ ആദ്യത്തെ വായ്പ എടുക്കുന്നവരുടെ എണ്ണം 67% വർദ്ധിച്ചിരിക്കുന്നു. വ്യക്തിഗത വായ്പകളിലൂടെയും ക്രെഡിറ്റ് കാർഡുകളിലൂടെയും ഉണ്ടാകുന്ന ഈ ബാധ്യത 5 മുതൽ 10% വരെ കുടുംബങ്ങളെ തീരാത്ത കടക്കെണിയിലേക്ക് തള്ളിവിടുന്നു. ഇത് കേവലം ഒരു സാമ്പത്തിക പ്രശ്നമല്ല, മറിച്ച് മാനസികവും സാമൂഹികവുമായ ഒരു പ്രതിസന്ധി കൂടിയാണ്. സമൂഹ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്ന കൃത്രിമമായ ലൈഫ് സ്റ്റൈലുകളോടുള്ള മത്സരം ഈ സമ്മർദ്ദം ഇരട്ടിയാക്കുന്നു. മറ്റുള്ളവരുടെ ആഡംബര ജീവിതം കണ്ട് അത് അനുകരിക്കാനുള്ള ശ്രമങ്ങൾ മധ്യവർഗ യുവാക്കളെ വഴിതെറ്റിക്കുന്നു. ഇതിൻ്റെ ഫലമായാണ് 1 കോടിയിലധികം ഇന്ത്യക്കാർ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് പോലെയുള്ള അതീവ റിസ്ക്കുള്ള ഓഹരി ഇടപാടുകളിലേക്ക് തിരിയുന്നത്. കഴിഞ്ഞ 3 വർഷത്തിനിടെ അവർ നഷ്ടപ്പെടുത്തിയത് 3 ലക്ഷം കോടി രൂപയാണെന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. ഇൻഫ്ലുവൻസർമാരുടെ വ്യാജ വാഗ്ദാനങ്ങളിൽ വീണ് നഷ്ടപ്പെടുത്തുന്ന ഈ തുക പല കുടുംബങ്ങളുടെയും അവസാനത്തെ സമ്പാദ്യമായിരിക്കും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ AI-യുടെ കടന്നുവരവ് മധ്യവർഗത്തിൻ്റെ ഭാവിയിൽ വലിയൊരു ചോദ്യചിഹ്നം ഉയർത്തുന്നുണ്ട്. 2031 IT മേഖലയിലെയും കസ്റ്റമർ സർവീസ് മേഖലയിലെയും ദശലക്ഷക്കണക്കിന് തൊഴിലുകൾ ഇല്ലാതാകുമെന്ന് നീതി ആയോഗ് കണക്ക് കൂട്ടുന്നു. കമ്പനികൾ തങ്ങളുടെ ശമ്പള ചെലവ് കുറയ്ക്കാനായി ഓട്ടോമേഷനിലേക്ക് മാറുമ്പോൾ ബാധിക്കപ്പെടുന്നത് വൈറ്റ് കോളർ ജോലികൾ ചെയ്യുന്ന മധ്യവർഗമായിരിക്കും.
പുതിയ കാലത്തെ സാങ്കേതിക വിദ്യകളിലേക്ക് സ്വയം മാറാൻ കഴിയാത്തവർക്ക് തൊഴിൽ വിപണിയിൽ നിലനിൽപ്പില്ലാത്ത സാഹചര്യം ഉടലെടുക്കും. ഈ സാമ്പത്തിക അരക്ഷിതാവസ്ഥ രാഷ്ട്രീയ മേഖലയിലും വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന വോട്ടർമാരിൽ നികുതി നൽകുന്ന ചെറിയൊരു വിഭാഗം മാത്രമാണ് മധ്യവർഗം. അതിനാൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് പാവപ്പെട്ടവർക്കുള്ള സൗജന്യങ്ങളും സബ്സിഡികളും പ്രഖ്യാപിക്കുമ്പോൾ മധ്യവർഗത്തിന്റെ നികുതി പണമാണ് അതിനായി ഉപയോഗിക്കപ്പെടുന്നത്. എന്നാൽ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ പരിഹരിക്കാനോ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തയ്യാറാകുന്നില്ല എന്ന ആക്ഷേപം ശക്തമാണ്. കോർപ്പറേറ്റ് നികുതികൾ കുറയുമ്പോൾ വ്യക്തിഗത ആദായ നികുതി വർദ്ധിക്കുന്നത് മധ്യവർഗത്തിന്റെ വലിയ അമർഷത്തിന് കാരണമാകുന്നുണ്ട്. രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയെ മധ്യവർഗത്തിന്റെ ഈ തകർച്ച സാരമായി ബാധിക്കുന്നുണ്ട്. ഉപഭോഗം കുറയുന്നത് എല്ലാ മേഖലകളിലും പ്രകടമാണ്. മുമ്പ് 11% വളർച്ചയുണ്ടായിരുന്ന നിത്യോപയോഗ സാധനങ്ങളുടെ വിൽപ്പന ഇന്ന് 3% താഴ്ന്നിരിക്കുന്നു. കാർ വിൽപ്പനയിലും മറ്റ് കൺസ്യൂമർ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും സമാനമായ ഇടിവ് കാണാം. ജനങ്ങളുടെ കയ്യിൽ പണമില്ലാത്തതും അത്യാവശ്യത്തിന് മാത്രം ചെലവാക്കാൻ നിർബന്ധിതരാകുന്നതുമാണ് ഈ മരവിപ്പിന് കാരണം. മധ്യവർഗത്തിന്റെ വാങ്ങൽ ശേഷി കുറയുന്നത് രാജ്യത്തെ വ്യവസായങ്ങളെയും അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ ഇല്ലാതാകുന്നതിലേക്കും നയിക്കുന്നു. ഇതൊരു ചക്രമായി തുടർന്നാൽ ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയെ തന്നെ ബാധിക്കുന്ന വലിയൊരു പ്രതിസന്ധിയായി ഇത് മാറും. ചുരുക്കത്തിൽ മധ്യവർഗം നേരിടുന്നത് ഒരു അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യമാണ്. വിദ്യാഭ്യാസവും തൊഴിലും തമ്മിലുള്ള പൊരുത്തക്കേട് പരിഹരിക്കുക, ജീവിത ചെലവ് നിയന്ത്രിക്കുക, കടക്കെണിയിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ആവശ്യമായ സാമ്പത്തിക അവബോധം നൽകുക എന്നിവ അനിവാര്യമാണ്. മധ്യവർഗത്തിന്റെ പ്രശ്നങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്നത് രാജ്യത്തിന്റെ പുരോഗതിയുടെ എഞ്ചിൻ തന്നെ നിലച്ചു പോകുന്നതിന് തുല്യമായിരിക്കും. ഒരു നിശബ്ദ വിലാപമായി തുടരുന്ന ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താൻ സർക്കാരും വ്യവസായ ലോകവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. മധ്യവർഗത്തിന്റെ തകർച്ച എന്നത് ഒരു വിഭാഗത്തിന്റെ മാത്രം പരാജയമല്ല, മറിച്ച് രാജ്യത്തിന്റെ വികസന മാതൃക നേരിടുന്ന വലിയൊരു വെല്ലുവിളിയാണ്. വരാനിരിക്കുന്ന ലോകത്തിൽ ഇന്ത്യ നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ സാമൂഹിക സാമ്പത്തിക പോരാട്ടം ഇതായിരിക്കും എന്നതിൽ സംശയമില്ല. ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ഘടനാപരമായ മാറ്റങ്ങളും ജനപക്ഷ സാമ്പത്തിക നയങ്ങളും അടിയന്തരമായി നടപ്പിലാക്കേണ്ടതുണ്ട്. ഭാവിയുടെ പ്രതീക്ഷകളായ യുവാക്കളുടെ സ്വപ്നങ്ങളെ കടക്കെണിയിലും തൊഴിലില്ലായ്മയിലും ഹോമിക്കാതിരിക്കാൻ നാം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. മധ്യവർഗത്തിന്റെ ശാക്തീകരണത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് സുസ്ഥിരമായ സാമ്പത്തിക വളർച്ച കൈവരിക്കാൻ സാധിക്കൂ എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. രാജ്യത്തിന്റെ വികസന കുതിപ്പ് തുടരുന്നതിനായി ഗുരുതരമായ തടസ്സങ്ങൾ നേരിടുന്നതിന് മുമ്പ് തന്നെ ക്രിയാത്മകമായ തിരുത്തൽ നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.